ഈ ജമ്മു കാശ്മീരിന്റെ ഫലം ഇതുവരെ വന്ന എക്സിറ്റ് പോളുകൾ ആകെ വിലയിരുത്തുമ്പോൾ എങ്ങനെ വേണം മനസ്സിലാക്കാൻ? ഇപ്പോൾ ജമ്മു മേഖലയിൽ വളരെ മെച്ചപ്പെട്ടൊരു പ്രകടനം നടത്താൻ BJPക്ക് കഴിയുന്ന കെൽപ്പുണ്ട് എന്ന സൂചനകൾ ഈ എക്സിറ്റ് പോളുകളുടെ ഭാഗമായി വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥയും ഒരുപക്ഷെ BJP അവിടെ ഭരണത്തിലേക്ക് വരുന്ന സ്ഥിതിയുമുണ്ടോ, അതോ നേരെ തിരിച്ചാണോ? രതീഷ്, ഇതിൽ ഇപ്പോൾ കാണേണ്ടത് ഇപ്പോൾ സീ വോട്ടർ നൽകുന്ന വിവരം വെച്ചിട്ടാണെങ്കിൽ ജമ്മു മേഖലയിൽ 11 മുതൽ 15 സീറ്റ് വരെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ മാറ്റമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തൂത്തുവാരിയിരുന്ന ഒരു മേഖല, 43 സീറ്റുകളിൽ ഏറെക്കുറെ എല്ലാ സീറ്റുകളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്നും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ഇത്രയും സീറ്റുകൾ പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ താഴ്വരയിലേക്ക് പോകുമ്പോൾ, താഴ്വരയിലെ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് കണക്ക് എത്തുമ്പോൾ ഏകദേശം 47 സീറ്റ് മിച്ചം കിടപ്പുണ്ട്. ആ 47 സീറ്റുകളിൽ BJP എത്ര പിടിക്കുന്നു എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ പറയുന്ന 27 മുതൽ 31 എന്ന് പറയുന്ന ഫിഗറിൽ BJP ഒതുങ്ങുമോ എന്നുള്ളതാണ്. അവിടെ ഒരു 10 സീറ്റിൽ കൂടുതൽ പിടിക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ജമ്മു മേഖലയിലും ഈ BJP വിരുദ്ധ വികാരം വളരെ ശക്തമായി തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് 370-ാം അനുച്ഛേദം റദ്ദാക്കൽ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശമാക്കി വിഭജിക്കുക തുടങ്ങിയ നടപടികളിലൊക്കെ വലിയ തോതിലുള്ള എതിർപ്പ് ഈ പറയുന്ന ജമ്മു മേഖലയിലും കാണാൻ. മാത്രമല്ല BJP പയറ്റിയ ഒരു വലിയ തന്ത്രമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സ്വതന്ത്രരായി രംഗപ്രവേശം ചെയ്യുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ NIA കേസിൽ തിഹാർ ജയിലിൽ തടവിലായിരുന്ന റഷീദ് എഞ്ചിനീയറെ അവസാന നിമിഷം ബെയിൽ നൽകി പുറത്തിറക്കുന്ന ഒരു സംവിധാനം. ഇതൊക്കെ വലിയ തോതിൽ പരീക്ഷിച്ചത് താഴ്വരയിലെ വോട്ടുകൾ ചിതറിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. അടക്കം പരീക്ഷിച്ചത് ഒരു ആത്മവിശ്വാസക്കുറവ് നേരത്തെ BJPക്ക് അവിടെ ഉണ്ടായിരുന്നോ? സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ല എന്ന തോന്നൽ അവരുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇപ്പോൾ PDPയിലേക്ക് വന്നാൽ PDP ഈ നേരത്തെ BJPയുമായി ഉണ്ടാക്കിയ ബന്ധത്തിന് ശേഷം വലിയ തോതിൽ തകർച്ചയിലേക്ക് പോയൊരു സ്ഥിതി ഉണ്ടായിരുന്നല്ലോ. PDPക്ക് വലിയൊരു മെച്ചപ്പെട്ട പ്രകടനം ഇക്കുറിയും കാഴ്ചവെക്കാൻ കഴിയില്ല എന്നതിനല്ലേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. BJPയുമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും കൂട്ടുകൂടാനുള്ള ധൈര്യം അവർ ഇനിയും കാണിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? അങ്ങനെ ഒരു സർക്കാരിന് സാധ്യത അങ്ങനെ കരുതേണ്ടതുണ്ടോ? രതീഷ്, ഇതിൽ കഴിയേണ്ട 2015-ൽ BJP PDP സഖ്യം അവിടെ അധികാരത്തിൽ വന്നിരുന്നു എന്നുള്ളതാണ് അതിലെ സത്യം. അതായത് BJPയുമായി PDP കൈകോർത്ത അന്ന് PDPയുടെ ഒരുപക്ഷെ കശ്മീരിലെ രാഷ്ട്രീയം അവസാനിച്ചുവോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനുശേഷം PDPക്ക് വലിയ തോതിൽ രാഷ്ട്രീയ രംഗത്ത് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. മെഹബൂബ മുഫ്തി, അവരുടെ മകൾ ഇൽത്തിജ, ഇവരെല്ലാവരും തന്നെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഈ BJPയുമായിട്ടുള്ള കൈകോർക്കലാണ്, PDPയുടെ കൈകോർക്കൽ ഈ 370-ാം അനുച്ഛേദം റദ്ദാക്കലിലേക്കും മറ്റും നയിച്ചു എന്നുള്ളൊരു വികാരം അല്ലെങ്കിൽ ഒരു വിശ്വാസം കശ്മീരിലെ ജനതയുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് PDPയുടെ തകർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജമ്മുവിലെ ഈ വോട്ട് തകർച്ച, അതോടൊപ്പം തന്നെ സീറ്റുകളുടെ എണ്ണത്തിലെ കുറവും കാണുന്നത്. മാത്രമല്ല മെഹബൂബ മുഫ്തി അന്ന് BJPയുമായി അല്ലെങ്കിൽ മെഹബൂബ മുഫ്തിയുടെ അച്ഛൻ കൈകോർത്ത് BJPക്കൊരു വിശ്വാസ്യതയും BJPക്ക് ഒരു ഭരണത്തിലേക്ക് ഒരു അവസരവും കൂടി നൽകുന്ന ഒരു സാഹചര്യം ജമ്മു കാശ്മീരിൽ ഉണ്ടായതാണ്. അതിനുശേഷം പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ PDPയെ തിരിച്ചടിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. നാഷണൽ കോൺഫറൻസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒമർ അബ്ദുള്ളയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഫറൂഖ് അബ്ദുള്ളയും ഒക്കെ തന്നെ കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിന് ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതായത് പഞ്ചാബിൽ പരീക്ഷിച്ച പോലെ തന്നെ വ്യത്യസ്തമായി തന്നെ മത്സരിച്ചുകൊണ്ട് പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ കോൺഗ്രസ് അവിടെ ഒരു സഖ്യം എന്നുള്ള നിലയിലേക്ക് തന്നെ വേണമെന്നുള്ളൊരു കടുത്ത നിലപാടിലേക്ക് വന്നപ്പോഴാണ് സീറ്റ് വിഭജനം ഉണ്ടായത്. 51 സീറ്റുകളിലേക്ക് അവർ മത്സരിക്കുകയും ബാക്കി സീറ്റുകളിൽ CPMന് ഒരു സീറ്റ്, അതുപോലെ പാന്തേഴ്സ് പാർട്ടിക്ക് കൊടുത്തുകൊണ്ട് ബാക്കി സീറ്റുകൾ കോൺഗ്രസ് നൽകുന്ന ഒരു സഖ്യത്തിലേക്ക് അവർ നീങ്ങുന്നു. പക്ഷേ അതിപ്പോൾ വിജയം കണ്ടു എന്ന് വേണം പറയാൻ. കോൺഗ്രസിന്റെ ആ ഒരു പ്രതീക്ഷ വിജയം കണ്ടു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ തന്ത്രങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ BJP വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് വലിയ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നു. അത് ജമ്മുവിലായാലും കാശ്മീരിലായാലും വലിയ സാധ്യതകൾ അവിടുത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു. അതൊക്കെ തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ BJP വച്ചു പുലർത്തിയിരുന്നതാണല്ലോ. പക്ഷെ അത് താഴേക്കിടയിലേക്ക് ആ ഒരു പ്രതീതി ജനിപ്പിക്കാൻ BJPയുടെ പ്രചരണത്തിനോ അല്ലെങ്കിൽ ഈ പദ്ധതികൾ കൊണ്ടുവരുന്നതിനോ കഴിഞ്ഞിട്ടില്ലേ? അല്ല ദ്വിഷ്, അത് അവർ വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അതായത് പിന്നെ വലിയ തോതിലുള്ള ഈ പറഞ്ഞ പോലെ നിക്ഷേപം, അവിടെ കുറച്ചൊക്കെ ഒരു സെംബ്ലൻസ് ഓഫ് ഒരു സമാധാനത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടുകൾക്ക് കുറച്ചുകൂടി കച്ചവടം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ടൂറിസ്റ്റുകളുടെ വരവ് കൂടുന്നു. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ BJPയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ BJP വെച്ച് പുലർത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവസാനം വന്നപ്പോൾ രാഷ്ട്രീയം മുന്നിലേക്ക് വരുന്നു. അതായത് 370-ാം അനുച്ഛേദം എന്നുള്ള വളരെ വികാരപരമായ താഴ്വരയിലെ ജനങ്ങളുടെ
ആ ഒരു പ്രശ്നത്തിലേക്ക് ഈ ചർച്ചകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവും തെരഞ്ഞെടുപ്പ് ചർച്ചകളും ചുരുങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ കോൺഗ്രസ് വളരെ വ്യക്തമായി തന്നെ അത് പറഞ്ഞു, ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ 370 അനുച്ഛേദം റദ്ദാക്കിയ നടപടി പിൻവലിക്കും, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി വീണ്ടും നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളൊക്കെ തന്നെ ജനങ്ങളെ സ്വാധീനിച്ചിരിക്കാം എന്നുള്ളത് മറ്റൊരു ഘടകം. മാത്രമല്ല, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പരാതികളൊന്നും തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിട്ടില്ല. അതായത് റിഗ്ഡ് ആണ്, അല്ലെങ്കിൽ കൃത്രിമമായി വോട്ടെടുപ്പുണ്ടായി എന്നുള്ള തരത്തിലുള്ള പരാതികളൊന്നും വലിയ തോതിൽ ഉണ്ടായില്ല എന്നുള്ളത് BJPക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ, ബാലു പറഞ്ഞ പോലെ തന്നെ ഒരു ഹങ് അസംബ്ലിയിലേക്ക് പോകാനുള്ള സാധ്യത നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും കൂടി 40 സീറ്റുകൾ വരെ മാത്രം വരികയും മറ്റുള്ളവർ എല്ലാം കൂടെ 16 സീറ്റുകൾ വരെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ BJP കളത്തിൽ ഇറങ്ങിക്കൂടായിക ഇല്ല എന്നുള്ളതാണ്. അതിനിടയിൽ മറ്റൊരു അഭ്യൂഹം കഴിഞ്ഞ 2-3 ദിവസമായി പരക്കുന്നത് നാഷണൽ കോൺഫറൻസ് BJPയുമായി സഖ്യമുണ്ടാക്കുമോ എന്നുള്ള തരത്തിലുള്ള ചില ചർച്ചകൾ വളരെ സജീവമായി തന്നെ ഉണ്ട്. ഒരുപക്ഷെ അതിനുള്ള സാധ്യത വളരെ വിരളമായിരിക്കാം. എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് പോൾ അലയൻസ് ആണ്, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടായില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കണം തന്നെയായിരിക്കും അവരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ സൃഷ്ടിക്കാൻ കഴിയുക. പക്ഷേ ഈ 370 അനുച്ഛേദം റദ്ദാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലേക്ക് മാത്രം ഭരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആ ഒരു ഭൗതികമായ മറ്റ് വിനോദസഞ്ചാരികളുടെ വരവ്, അതുപോലെ തന്നെ ഭീകരത കുറേയൊക്കെ തന്നെ നേരിടുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ ഇല്ലാതാകുമോ എന്നുള്ളൊരു ഭയം ഒരു പക്ഷേ അവിടെ പുറത്തുണ്ടാകുന്നതിൽ നമുക്ക് അങ്ങനെ ആരെങ്കിലും കരുതിയാൽ തെറ്റു പറയാനും കഴിയാതെ വിദൂരമായ ഒരു സാധ്യത മാത്രമാണ് നാഷണൽ കോൺഫറൻസ് സംബന്ധിച്ച് ജമ്മു കാശ്മീർ പ്രതീക്ഷിക്കാം. അവരുടെ മുന്നിലുള്ള ഉദാഹരണം തന്നെ PDP ആണ്. മുഫ്തി മുഹമ്മദ് സയ്യിദ്, മുൻ ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി, VP സിംഗ് സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പ്രഗത്ഭനായ നേതാവ്, അത്രയും തലയെടുപ്പുള്ള ലെഗസിയുള്ള നേതാവിന്റെ പാതയിൽ വന്ന പാർട്ടി പിന്നീട് BJPയുമായി ഐക്യപ്പെട്ടതിന് ശേഷം ആ പാർട്ടിയുടെ സ്ഥിതി എന്താണ്, തീരുമാനമെടുക്കുക. എന്തായാലും ജമ്മുവിൽ എന്ത് സംഭവിക്കുമെന്ന കൗതുകം ഒളിപ്പിച്ചു വയ്ക്കുന്നത് തന്നെയാണ്. ആർക്കും വ്യക്തമായി ഒന്നും പറയാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്.